ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഒരു ഹൈപ്പ് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചും കൂടെ പൂവൊക്കെ ഇരുന്ന് കെട്ടാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയാണ് പൂ കെട്ടുന്നത് എന്ന് നമ്മുടെ രേവതി സച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വർഷയും ശ്രീകാന്തും വന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇതെന്താ ഈ കാണിക്കുന്നത്? വട്ടം വളഞ്ഞിരുന്ന് നിങ്ങൾ രണ്ടും കൂടി ഇരുന്ന് മാല കെട്ടുകയാണോ? അല്ല, പൂ കെട്ടാൻ പഠിപ്പിക്കുകയാണോ രേവതി ചേച്ചിന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ ചുമ്മാ മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരുന്ന് മാല കെട്ടുമായിരുന്നു. നാളെ വിഷു അല്ലേ, നല്ല ഓർഡറും ഉണ്ട്, അതുകൊണ്ടാണെന്ന്. അപ്പൊ രവീന്ദ്രനും വന്നു കേട്ടോ. രവീന്ദ്രൻ പറഞ്ഞു, എല്ലാരും കൂടെ ഒത്തുപിടിച്ചോ, അല്ല അനിയനും അനിയത്തിയും കൂടെ അങ്ങോട്ട് ചേര്, എന്നിട്ട് എല്ലാവരും കൂടെ ഒത്തുപിടിച്ചിട്ട് നല്ലപോലെ പൂവൊക്കെ കെട്ടി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാലോ, പൈസയൊക്കെ കുറച്ച് കയ്യിൽ തടയൂലോ, അല്ല പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചു പറഞ്ഞത്, അത് പിന്നെ ഇവിടെ പടക്കം പൊട്ടിക്കാറുണ്ടല്ലോ അമ്മ. അപ്പൊ വർഷ പറഞ്ഞു, അത് പിന്നെ ശ്രുതി ചേച്ചിക്ക് നേരെ എറിയുന്ന പടക്കമല്ലേ ഇപ്പൊ പൊട്ടുന്നത്. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, പടക്കമൊക്കെ നമുക്ക് പൊട്ടിക്കാന്നേ, എങ്കിലും അമ്മയുടെ പടക്കത്തിന്റെ അത്ര ഒച്ച കാണത്തില്ല കേട്ടോ എന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് അച്ഛമ്മ വരുന്ന വിവരം സന്തോഷത്തോടു കൂടി നമ്മുടെ രവീന്ദ്രൻ പറയാണ് അവിടെ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അച്ഛമ്മ വരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ചോദിച്ചു, അച്ഛമ്മ വരൂ, എന്നാ പിന്നെ നമുക്കൊന്ന് ഫോൺ വിളിക്കാന്ന് പറഞ്ഞ് ഇവര് ഫോൺ വിളിക്കാൻ കേട്ടോ. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ ഫോണൊക്കെ എടുത്തു. ഫോൺ എടുത്തിട്ട് അച്ഛമ്മ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഇപ്പൊ തന്നെ വരും, പിന്നെ ഞാൻ അവിടെ ബസ് ഇറങ്ങുമ്പോൾ നീ കൂട്ടാൻ വന്നാൽ മതി, നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും വരണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെന്താ? അല്ല വേറെ ഒന്നുമല്ല, കയ്യില് കണി കാണാനുള്ള ചക്കയും മാങ്ങയും വെള്ളരിക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബസ്സിന് എങ്ങനെ വരും? ഓ, അതൊക്കെ ബസ്സിൽ കയറ്റാറും ഇറക്കാനും ഉള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ബസ് കയറും, അവിടെ എത്താറാകുമ്പോ വിളിക്കാം, അപ്പൊ വന്നാ മതി, കേട്ടല്ലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഫോണും വെച്ചു കേട്ടോ. ആകെ മൊത്തം സന്തോഷമാണ്, വിഷു വരുന്നതിന്റെ സന്തോഷമാണ് കേട്ടോ. ഈ ഒരു സമയം ശ്രീകാന്ത് പറഞ്ഞു, അത് പറഞ്ഞാൽ അതിനൊരു സ്നേഹത്തിന്റെ ഫീല് തന്നെയാണല്ലേ, പ്രത്യേകിച്ച് സച്ചേട്ടനോടാവുമ്പോ രസമാ. അച്ഛമ്മ വന്നാൽ തന്നെ വേറൊരു വൈബായിരിക്കും. നമുക്ക് വിഷു അങ്ങോട്ട് അടിച്ചു പൊളിക്കണം, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഇവര് വിഷുവിനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പൂ കെട്ടെ, ഞാൻ ചന്ദ്രയായിട്ടൊന്ന് ഗുസ്തി പിടിച്ചിട്ട് വരാം. തിപ്പാർന്ന ഗുസ്തിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല സച്ചി അല്ല രേവതി പറഞ്ഞു, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ആ, ഡ്രസ്സ് എടുക്കണം. അല്ല വില കൂടിയതൊന്നും അല്ലെങ്കിലും നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുമ്പം അതെല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും അല്ലേ സച്ചേട്ടാ? ഇതൊക്കെയല്ലേ പിന്നെ നമ്മുടെ വിഷു. അതെ രേവതി, അത് വേണം, അതൊക്കെ വേണം. നമുക്ക് ഡ്രസ്സ് എടുത്ത് നിന്റെ വീട്ടിലും കൊണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അച്ഛമ്മേനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാം, അവർക്കും വേണ്ടേ എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കിച്ചണിലെ ഭയങ്കര ജോലിയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് ചന്ദ്ര കിച്ചണിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ മിക്സിയിൽ എന്തൊക്കെയോ ഇട്ട് അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കയറി ചെന്നു. ചന്ദ്ര കയറി ചെന്നിട്ട്, എടി നീ എന്താണ് ഈ കാണിക്കുന്നത്? അത് പിന്നെ ഞാന് ABC ജ്യൂസ് അടിക്കുമായിരുന്നു. ജ്യൂസ് ഉണ്ടാക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ആ, പിന്നെ നീ ആർക്ക് വേണ്ടിയാടി ഈ ABC ജ്യൂസ് ഉണ്ടാക്കുന്നത്? നീ എന്തിനാ ഉണ്ടാക്കിയത്? അത് പിന്നെ ഞാന് എനിക്ക് കുടിക്കാന്, എനിക്ക് ഒത്തിരി ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഓ, പിന്നെ ABC ജ്യൂസേ നിനക്കങ്ങ് പോകൂ. ഇനി മുതലേ ഇനി നീ കുടിക്കണ്ട ഇത്. ദേ, ഇവിടെ ഉള്ളവർ എന്ത് കഴിക്കുന്നോ അത് തന്നെ നീ കഴിച്ചാൽ മതി. അത് പിന്നെ അത് മതി മതി, അവളുടെ ഒരു ABCD ജ്യൂസ് നിർത്തിക്കോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രൻ ഇത് കേട്ടോണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ABCD കളിച്ചോണ്ടിരിക്കുകയാണോ? അത് പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, മേളിൽ പോയപ്പോ നിന്നെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് വന്നത്. അത് പിന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ ഇങ്ങോട്ടേക്ക് വാ ചന്ദ്രേ, കാര്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെ വിളിച്ചോണ്ട് രവീന്ദ്രൻ മാറി അങ്ങ് നിന്നു. എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്തൊരു ദേഷ്യമായ ചന്ദ്ര ഇത്, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ദേ, കൈ വിട്ടുപോയാ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. ദേ രവിയേട്ടാ, ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ രവിയേട്ടാ. അത് പിന്നെ അറിയാലോ, നാളെ വിഷു ആണ്, അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ വരുന്നുണ്ടെന്നോ? അതെ അതെ, നേരാ വണ്ണം അടങ്ങി ഒതുങ്ങി ഇന്നാ നിനക്ക് കൊള്ളാം. ഓ, അല്ലെങ്കിൽ എന്റെ ചെവി പിടിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓ, എന്തൊരു കഷ്ടമായത്. ഇതിപ്പം നീയായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാണ്ടിരുന്നാ മതി എന്നാ പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല, അമ്മ നിന്റെ മേത്ത് കയറി നിരങ്ങത്തൊന്നുമില്ല. ഇവിടെ നടന്നൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല, അമ്മ അറിയുകയും ചെയ്യരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അമ്മയുടെ മുന്നില് ശ്രുതിയോട് ഇപ്പൊ പെരുമാറുന്ന പോലെ പെരുമാറിയാല് അമ്മ ചോദിക്കും, എല്ലാം അറിയും, അത് വലിയ പ്രശ്നമാകും. പിന്നെ അറിയാലോ എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. നിനക്ക് മനസ്സിലായല്ലോ. ഇത് കേട്ടപ്പോ നമ്മുടെ ശ്രുതിക്ക് നല്ല ചിരി വന്നു കേട്ടോ. കാരണം അച്ഛമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ ഇടപാടൊന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന്റെ ചിരിയാണ് നമ്മുടെ ശ്രുതിയുടെ മുഖത്തുള്ളത്. ഏതായാലും രവീന്ദ്രൻ ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. ചന്ദ്രയ്ക്ക് ആകെപ്പാട് ടെൻഷൻ.
ചന്ദ്രയ്ക്കാണല്ലോ പ്രശ്നം. നമ്മുടെ അച്ചമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയാണെങ്കിൽ മനസ്സ് വിചാരിക്കുക, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് അടിക്കാനൊക്കെ തുടങ്ങുന്നു. വീണ്ടും നമ്മുടെ ചന്ദ്ര അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ, ശ്രുതിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് കിച്ചണിലേക്ക്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇപ്പൊ പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ എന്റെ കെട്ടിയോ. നിനക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ. ആ സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ടോ ശ്രുതി. അത് പിന്നെ ശ്രുതി അപ്പൊ ഒരു ചിരിയൊക്കെ ചിരിച്ചു. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിന്റെ സന്തോഷത്തിന് അല്പായുസേ ഉള്ളു കേട്ടോ. അമ്മ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകും. നിനക്കുള്ള ശിക്ഷ പെട്ടെന്ന് തീരത്തൊന്നുമില്ല. അതൊക്കെ ഞാൻ തരും. അത് ജീവിത അവസാനം വരെ കാണും. നീ അത് ഓർത്തോ. നീ ചെയ്ത ചതിയെ ഞാൻ പോർക്കത്തില്ലടി, പോർക്കത്തില്ല, ഒരിക്കലും ക്ഷമിക്കത്തുമില്ല. പിന്നെ ഒരു കാര്യം പറയാനങ്ങ് വിട്ടു. നിന്നോടെ ഞാൻ പറഞ്ഞല്ലേ ABC ജ്യൂസ് കുടിക്കണ്ടെന്ന്. ഒരു ABC ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ ഉണ്ടാക്കി വെച്ച ഒരു ഗ്ലാസ് ABC ജ്യൂസ് എടുത്ത് നമ്മുടെ ചന്ദ്ര അങ്ങ് കുടിച്ചു. ശ്രുതിയാണെങ്കിൽ എന്റെ ദൈവമേ, എന്റെ ജ്യൂസ് ഞാൻ ഇനി എന്നാ ചെയ്യുന്നു പറഞ്ഞ് നിൽക്കുക. അങ്ങനെ മൊത്തം ABC ജ്യൂസ് കുടിച്ചിട്ട് ആശ്വാസമായി എന്നും പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. ശ്രുതിയാണെ ആ ക്ലാസ്സിൽ നോക്കുകയാണ്. ഒരു തുള്ളി പോലും അതിൽ ബാക്കി വെച്ചിട്ടില്ല. ഒരു മിക്സിയിലിട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടാക്കിയ സാധനമാണ്. എന്നാൽ ഈ സീൻ കഴിഞ്ഞ് പിന്നത്തെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ അച്ഛമ്മേനെയും കൂട്ടി നമ്മുടെ രേവതി സച്ചി വീട്ടിലെത്തുകയാണ് കേട്ടോ. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതിയോട് അച്ഛമ്മ പറയുന്നത്, ഞാൻ കണ്ടു എന്ന്. അപ്പൊ എന്താ നീ കണ്ടത്? മനസ്സിലായില്ല. എന്ത് കണ്ടെന്നാ പറയുന്നത്? അല്ല, അച്ഛമ്മ എന്ത് കണ്ടെന്നാ പറയുന്നത് എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ രേവതി. അപ്പോഴത്തേക്കും എന്ത് കണ്ടെന്ന് എന്ന് നമ്മുടെ സച്ചിയും ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, കാറിന്റെ കണ്ണാടി കൂടെ ഞാൻ എല്ലാം കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, കണ്ണാടി കൂടെ എന്ത് കണ്ടെന്ന്? പല രസങ്ങളും ഞാൻ കണ്ടു. സച്ചി, നീ രേവതിയെ കണ്ണും കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നതും നീ സീറ്റിലിരുന്ന് കണ്ണാടി കൂടെ രേവതിയെ നോക്കുന്നതും ഒക്കെ കണ്ടായിരുന്നു. ഓഹോ, അതങ്ങനെ അച്ചമ്മയ്ക്ക് മനസ്സിലായി. പിന്നെ ഈ പ്രായം കഴിഞ്ഞിട്ട് തന്നെയല്ലേ ഞാനും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഇങ്ങനെ നാണം വന്ന് ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, കൊച്ചു കള്ളി, അച്ചച്ചനെല്ലാം പഠിപ്പിച്ചിട്ടാലേ പോയിരിക്കുന്നെന്ന് പറഞ്ഞപ്പം, അതേടാ നിന്റെ അച്ചച്ചനെ നിന്നെക്കാളും റൊമാൻസ് ആയിരുന്നു. ഇതൊന്നും ഒരു റൊമാൻസ് അല്ല, നിന്റെ അച്ചച്ചന്റെ റൊമാൻസ് കാണുമായിരുന്നു. എന്നാ പറഞ്ഞ കേക്കട്ടെ. പിന്നെ അതിപ്പം പറഞ്ഞേ കേട്ട് നീ സൂഹിക്കണ്ട. ഇങ്ങോട്ട് വന്നേ, സാധനം എല്ലാം വണ്ടിക്കകത്തുണ്ട്, അതെല്ലാം വണ്ടിക്കകത്തുനിന്ന് ഇറക്കി വെച്ചേ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറെ പച്ചക്കറിയും സാധനങ്ങളും ചക്കയും മാങ്ങയൊക്കെ ഒരു ചാക്കിനകത്ത് നേറെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം എടുത്ത് പിറക്കി നമ്മുടെ സച്ചി രേവതിയും കൂടെ വെച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇത്രയും സാധനങ്ങളൊക്കെ? അത് പിന്നെ അവിടെ വിളഞ്ഞതാ ഇതെല്ലാം മോനെ, ഇതൊക്കെ വേണം കണി വെക്കാനായിട്ട്. ഇതെല്ലാം കണി വെച്ചിട്ട് വേണം നമുക്ക് രാവിലെ കണി കാണാൻ. അതുകൊണ്ട് എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്നു. ഇത് എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മുടെ ചന്ദ്രൻ വന്നു കേട്ടോ. ചന്ദ്രൻ വന്നു, അച്ഛമ്മ അകത്ത് കയറിയിരുന്നു. ചന്ദ്രൻ വന്നിട്ട് ദേ കണിക്കുന്ന പൂവ്. കണിക്കുന്ന പൂവ്, വിഷുവിന് പിന്നെ കണിക്കുന്ന പൂ വേണ്ടേ? അപ്പോഴത്തേക്കാണെങ്കിൽ ചന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്ന് അമ്മയെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ ഈ സൗന്ദര്യം അങ്ങോട്ട് ഓരോ വർഷം ചെല്ലും തോറും കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. ആ മുഖത്തെ ഒരു ചൈതന്യം കണ്ടില്ലേ, ആ മുഖത്തെ ഒരു പ്രസാദം കണ്ടില്ലേ എന്ന് പറയുമ്പോ, എന്റെ ചന്ദ്രേ നീ കൂടുതൽ പൊക്കമൊന്നും വേണ്ട. എന്താ ഇപ്പൊ നിനക്ക് പറ്റിയത്? ഞാൻ പൊക്കി പറഞ്ഞൊന്നുമല്ല രവിയേട്ടാ, സത്യമല്ലേ രവിയേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര ഈ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു. എന്റെ അമ്മ ഓരോ ദിവസം ചെല്ലും തോറും പ്രായം കുറഞ്ഞു തന്നെയാ വരുന്നതെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര ആ ചാക്കേട്ടിനകത്ത് നോക്കിയിട്ട്, ഇതെന്താ ഈ ചാക്കേട്ടിനകത്ത്? അത് പിന്നെ കുറെ പച്ചക്കറി സാധനങ്ങളും ഒക്കെ. അതെ, നാളെ കണി വെക്കണ്ടേ, അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര പിന്നെ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി കൊണ്ടിരുന്നെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് മനസ്സിലായിട്ടോ. അച്ചമ്മ പറഞ്ഞു, അതെ ഞാനിതെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നത് എന്തിനാന്ന് അറിയാവോ ചന്ദ്ര? എന്റെ കൈയും കൊണ്ട് വീതിച്ചു കൊയ്തത് വേണം എനിക്കിവിടെ കണി വെക്കാനായിട്ട്, എന്റെ മക്കളെ കാണിക്കാനുമായിട്ട്. പിന്നെ ഈ വിഷു എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഒരു ആഡംബരം കാണിക്കാനുള്ള ഒരു ദിവസം മാത്രമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കർഷകർക്ക്. വിഷു എന്ന് പറഞ്ഞാൽ കർഷകർക്ക് ഒരു പ്രത്യേക ദിവസം തന്നെയാ. അന്നേ എന്തൊക്കെയായിരുന്നെന്ന് അറിയാമായിരുന്നോ പണ്ടുണ്ടായിരുന്നത്? പണ്ടത്തെ കാലത്ത് വിഷു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ വിഷു എന്താ, എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, കണി വെക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ ഇടുന്നു, ഫേസ്ബുക്കിൽ അവിടെയും ഇവിടെയും ഒക്കെ. ഇപ്പോഴത്തെ പിള്ളേർ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറത്തില്ലേ അമ്മേ? കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറും, അതനുസരിച്ച് മനുഷ്യരും മാറണം. അതിൽ ഈ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് ഏതായാലും കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ എങ്ങനെ ബസ് കയറ്റിക്കൊണ്ട് വന്നെന്നാ എനിക്കറിയത്തില്ലാത്തത്. അതിനെ ഈ കലാവധിക്ക് ആരുടെയും ഔദാര്യമോ ആരുടെയും സഹായമോ ഒന്നും വേണ്ട. കലാവധി ഒറ്റയ്ക്കാ ഇതിങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നത്. കലാവധിക്ക് ഇപ്പോഴും ചങ്കുറപ്പുണ്ട്, ചങ്കൂറ്റമുണ്ട് ഇതൊക്കെ കയറ്റിക്കൊണ്ട് വരാനായിട്ട്. അതെ, ഇവളെ പോലെ വീട്ടിൽ അടയിരുന്നെങ്കിൽ എനിക്കിതൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ അന്തസ്സായിട്ട് അധ്വാനിച്ചു പണിയെടുത്താണ് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. എനിക്ക് ഒരു ഉഷാറ് കുറവുമില്ല. ഇനിയിപ്പൊ 100 വയസ്സിലാണെങ്കിലും
ഞാൻ എണീറ്റ് ഓടി ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞപ്പോ അച്ചമ്മയല്ലേ 100 അച്ചമ്മ ഒരു 110 വയസ്സിലെങ്കിലും എണീറ്റ് ഓടിയൊക്കെ വരുന്നു പറഞ്ഞ് സച്ചിൻ കുറെ ചളിയും ഒക്കെ അടിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിനെ അടുത്ത് പിടിച്ചിരുത്തി നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ സംസാരിക്കുകയാണ്. മോളെ എന്താ പറ്റിയത്? സാധാരണ മോളെ അടുക്കളയിലൊന്നും കയറി പണിയുന്നല്ല, ഇതിപ്പോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചുമ്മാതെ അച്ഛമ്മ അടുക്കളയിൽ കയറി പണിതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കാര്യം പറയാൻ തുടങ്ങിയപ്പോ രവീന്ദ്രൻ കണ്ണടച്ച് കാണിച്ചുകൂടെ പറയരുതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ ശ്രുതി മൈൻഡ് ചെയ്യാതെ നേരെ സ്റ്റെയർ കയറി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അച്ഛമ്മ ചോദിച്ചു ഇതെന്ത് പറ്റി ഇവര് ഇങ്ങനെ പോകുന്നത്? എന്താ ശ്രുതി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അല്ല ശ്രുതിനെ ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചതാ, എന്തൊക്കെയോ വയ്യായികയുണ്ട്. എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ? അപ്പം നമ്മുടെ ശ്രുതി പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ഇവർ തമ്മിൽ ഒരു പിണക്കവും ഇല്ല, അതൊക്കെ തോന്നുന്നതാ. അപ്പൊ ശ്രുതിയും പറഞ്ഞു അതെ അച്ചമ്മയ്ക്ക് അതൊക്കെ തോന്നുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന്. പക്ഷെ അച്ചമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ സംതിങ് റോങ് ഉണ്ടെന്ന്. അതിൽ ഈ സമയത്ത് ശ്രുതി ആണെങ്കിൽ അച്ചമ്മ ഞാൻ മുറിയിൽ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഒരു പന്തികേടും ഇല്ല. അമ്മേ എണീറ്റ് വന്ന് പോയി റെസ്റ്റ് ചെയ്ത് ചെന്ന് കിടക്ക് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പതുക്കെ വിളിച്ച് രവീന്ദ്രന്റെ കട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അവിടെ കുറച്ചു നേരം കിടക്കാനായിട്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാടെ പ്രശ്നമാകും എന്ന് അറിയാം. ഏതായാലും ഈ സമയത്ത് ശ്രുതി ഈ തക്കം നോക്കിയിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അവള് മുറി പോയിട്ടുണ്ട്, നീ അങ്ങോട്ടേക്ക് പോയേക്കരുതെന്ന്. അത് പിന്നെ വിഷു ഒക്കെ അല്ലേ അമ്മേ, ഒരു 2 ദിവസത്തേക്ക്. 2 ദിവസത്തേക്ക് നാണം ഇല്ലേടാ നിനക്ക് നാണം ഇല്ലേടാ? നാണം കെട്ടവനെ, മര്യാദക്ക് പോകാൻ നോക്കിയോ നീ. അവന്റെ ഒരു വിഷുവിനെന്താ അവളെ കണി കാണാൻ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ലേ, ഉണരാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു എന്തൊക്കെ കാണണം സച്ചിയേട്ടാ, എന്റെ ദൈവമേ. അതെ രാത്രിയെ പടക്കം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മിക്കവാറും പാർവതിയുടെ അമ്മയുടെ തലയിലേക്ക് പടക്കം കത്തിച്ചിടാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാ സജ്ജേട്ടാ, അമ്മയുടെ മൂഡ് ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് മിക്കവാറും എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അച്ഛമ്മ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അച്ഛമ്മ ഇങ്ങനെ വിശ്രമിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര ഒരു ഗ്ലാസ് ചായയോ ജ്യൂസോ ഒക്കെ ആയിട്ട് ചെല്ലാണ്. അമ്മയെന്ന് വിളിക്കുക. നമ്മുടെ അച്ഛമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പൊ അത് മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കലാവതി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല ഞാൻ നീ തന്നെയാണെന്ന് നോക്കിയതാ, നിന്നിലെ വല്ലാത്തൊരു മാറ്റം. അല്ല ദാമ്മയെ കുടിക്ക എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയും കയറി വന്നിട്ട് ഒരു പൊതി കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛമ്മ ചോദിച്ചു എന്താ ഇതേ വിഷുക്കോടി. ആഹാ കൊള്ളാലോ. ഏതായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെനിക്ക് നിധി പോലെ തന്നെയാ. സന്തോഷമായി മക്കളെ, സന്തോഷമായി എന്ന്. അങ്ങനെ അതൊക്കെ തുറന്നു നോക്കുന്നു. ഒരു ചെറിയൊരു ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റും ഉണ്ടും. ഈ സമയത്ത് നമ്മുടെ രേവതി ചന്ദ്രയ്ക്ക് ഒരു പൊതി കൊടുത്തു കേട്ടോ. പൊതി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛമ്മ ഒന്ന് നോക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങ് പോകാൻ തുടങ്ങി. സ്നേഹത്തോടെ വരുന്ന നിനക്ക് വേണ്ടേ, നീ മേടിച്ചത് എന്ന് പറഞ്ഞ് രേവതിനെ കൊണ്ട് വീണ്ടും കൊടുപ്പിച്ചു. അച്ഛമ്മ തന്നെ കൊടുപ്പിച്ചു. അപ്പൊ മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര അതങ്ങ് മേടിച്ചു. അപ്പോഴത്തേക്കാണ് മേടിക്കുന്നതിന് മുമ്പ് ഒരു സെറ്റപ്പ് നടന്നു കേട്ടോ. നമ്മുടെ ശ്രുതി വന്നപ്പോഴത്തേക്ക് ശ്രുതി കാണണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചന്ദ്ര മോളെ അതിങ്ങ് തന്നേ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. എനിക്ക് ഒത്തിരി സാരി ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ ക്യാഷ് കൊടുത്ത് മേടിച്ചല്ലേ മോളെ, തന്നേക്ക് എന്ന് പറഞ്ഞു. നമ്മുടെ അച്ഛമ്മയും അന്തം വിട്ടുപോയി, സച്ചി അന്തം വിട്ടുപോയി. ഈ ഒരു രേവതി അതിനേക്കാളും വലിയ അന്തം വിടല്. ശ്രുതി കാണാൻ വേണ്ടിയുള്ള പ്രകടനമാണേ. ഏതായാലും അച്ഛമ്മ പറഞ്ഞിട്ട് പോലും അത് മേടിക്കാതെ പോകാൻ നിന്ന നമ്മുടെ ചന്ദ്ര ശ്രുതിനെ കണ്ടതും അത് മേടിച്ചു. ഏതായാലും സച്ചിക്ക് കാര്യം മനസ്സിലായി ശ്രുതിനെ കണ്ടത് ഇതുകൊണ്ടാണ്. പക്ഷെ അച്ഛമ്മയ്ക്ക് പിടികിട്ടിയില്ല. അച്ഛമ്മ ചന്ദ്രയുടെ മാറ്റം കണ്ടിട്ട് അതിശയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ചോദിച്ചു രേവതി ഇത് നിന്റെ സെലക്ഷൻ അല്ലേ? അല്ല ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ സെലക്ഷൻ അമ്മയെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ നല്ല സാരി ആയിരിക്കും കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ ആയിരിക്കും, അത് ഉറപ്പാ എന്ന് പറഞ്ഞ് അത് മേടിച്ചു. ഭയങ്കര സന്തോഷം. നമ്മുടെ അച്ഛമ്മയ്ക്ക് ഇതുപോലെ സന്തോഷം ഇല്ല. കാരണം അച്ഛമ്മയ്ക്ക് ഈ ഒരു മാറ്റം കണ്ടപ്പോഴത്തേക്കേ വല്ലാത്തൊരു സന്തോഷം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വെളിയിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അത് പിന്നെ ചിലവര് എന്നെ മയക്കാൻ വേണ്ടിയിട്ട് 500 രൂപയുടെ സാരി വന്നിട്ട് 5000 രൂപയുടെയാന്ന് പറയും. പക്ഷെ അതൊന്നും ഞാൻ ഉടുക്കാറില്ല, ഇത് ഞാൻ ഉടുത്തിരിക്കും, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. ഇവര് മേടിച്ചു തന്നതല്ലേ, എവിടെന്ന് തുറന്നു പോലും നോക്കാതെയാണ് കേട്ടോ പറയുന്നത്, കണ്ട പോലും ഇല്ല ശ്രുതി കേൾക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇവര് രണ്ടുപേരും ആദ്യമായിട്ട് എന്നെ മനസ്സറിഞ്ഞ് മേടിച്ചു തന്നത്. അത് വേണ്ടാന്ന് പറഞ്ഞ് തെറ്റായി പോയല്ലേ. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, സോറി മോളെ. ഏതായാലും ഇപ്പൊ ഞാൻ മേടിച്ചല്ലോ, സന്തോഷമായി എനിക്ക്. എന്റെ മനസ്സിന് തന്നെ ഒരു സന്തോഷം അഭിമാനം ഒക്കെ തോന്നുക. അമ്മേ എന്നാ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞൊരു ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. അച്ഛമ്മ താടിയിൽ കൈ കൊടുത്തിട്ട് എന്റെ ദൈവമേ എന്താ ഇത്, ഇവക്ക് ഇത് എന്താ മക്കളെ പറ്റിയത്?
എനിക്ക് വെള്ളം കൊണ്ടു തരുന്നു, നിങ്ങളെ രണ്ടുപേരെയും നല്ലതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. രേവതി ആണെങ്കിൽ കണ്ണെടുത്താ കണ്ടിട്ടില്ല, കാണത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ അവർക്ക് പെട്ടെന്നൊരു മാറ്റം. അതൊക്കെ അച്ചമ്മയ്ക്ക് വഴിയെ മനസ്സിലായിക്കോളൂ അച്ചമ്മയെന്ന് നമ്മുടെ സച്ചി. പിന്നെ നമ്മുടെ സച്ചി രേവതിയും കൂടെ രവീന്ദ്രന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ രവീന്ദ്രന് കൊണ്ട് കൊടുത്തിട്ട് രവീന്ദ്രന്റെ അത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണൽ ഒക്കെ ആവും കേട്ടോ. നമ്മുടെ രവീന്ദ്രന്റെ ഓരോരോ സംസാരവും സച്ചി കൊടുക്കുന്നതല്ലേ രവീന്ദ്രന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതല്ലേ. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് രവീന്ദ്രൻ അത് മേടിക്കുന്നതും. ഒത്തിരി സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നൊരു നിമിഷമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ഹൈപ്പും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.